നമസ്കാരം, വെൽക്കം ടു മൂവി ട്രിപ്പ്. അപ്പൊ AK സാജൻ തിരക്കഥ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്തിട്ടുള്ള ജോജു നായകനായിട്ടുള്ള പുതിയ സിനിമയാണ് വരവ്. പടം കണ്ടു. എനിക്ക് പടം ഒരു കുറച്ച് വർക്കായി, കൂടുതൽ വർക്കായില്ല. ആ സെറ്റപ്പാണ്. ഒരു ഒരു ഭയങ്കര ബിലോ ആവറേജ് സെറ്റപ്പിൽ പോകുന്ന ഒരു സിനിമയാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നതിന് പകരം നമുക്ക് പഴയ വീഞ്ഞ് പഴയ കുപ്പിയിൽ പകർത്തിയിട്ട് അതൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി നമുക്ക് കൊണ്ട് തന്നു. ഇതാണ് ഈ പടത്തിന്റെ ഒരു എൻഡയർ. ഒരു ചെറിയൊരു സിനോപ്സിസ് പറയുകയാണെങ്കിൽ, തൻ്റെ അനിയനെ കൊന്ന വില്ലന്മാർക്ക് അവരോട് പ്രതികാരം ചെയ്യാനായിട്ട് 10 ദിവസത്തെ പരോളിൽ വരുന്ന ചേട്ടൻ. ഈ ചേട്ടന്റെ കഥയാണ് ഈ സിനിമ മൊത്തം. ഷാജി കൈലാസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എല്ലാ എന്താ പറയാ, എല്ലാ ഇന്റർവ്യൂസിലും മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോ സസ്പെൻസ്, ഒരു ഒരു സസ്പെൻസ് ത്രില്ലർ അല്ല ഈ സിനിമ. പ്ലസ് അതുകൂടാണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഓവറായിട്ട് എക്സ്പെക്ടേഷനേ ആവശ്യമില്ല. ഒരു അങ്ങനെ എന്താ പറയാ, ഒരു കൂടുതൽ എക്സ്പെക്ടേഷൻസിന്റെ ആവശ്യമില്ല. ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളില്ല, സസ്പെൻസ് ഇല്ല. ഒരു നോർമൽ പടമാണ്. പക്ഷെ ആ പടത്തിന്റെ ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോർമൽ പടമാണ്. ഇതിനകത്ത് സസ്പെൻസ് ഇല്ല, നമുക്കൊരു വലിയൊരു ത്രില്ലിംഗ് എലമെന്റ് ഇല്ല. എങ്കിൽ പോലും ഈ പടത്തിന്റെ വിഷ്വലൈസേഷനും എന്താ പറയാ, ഒരു മേക്കിങ്ങും ആണ് അതായത് ഷാജി കൈലാസ് പറയുന്നത്, ഇതാണ് നിങ്ങൾ കൂടുതലും ഇത് നിങ്ങളെ എക്സൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിനകത്തൊരു എക്സൈറ്റ്മെന്റും ഇല്ലാണ്ടാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് സീനുകൾ ഭാഗ്യത്തിന് രക്ഷപ്പെടുന്ന നായകൻ. പിന്നെ കാണിക്കുന്നത് ആളെ, അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഒരു നായകനെ പെട്ടെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നായകനെ കൊല്ലാൻ വരുന്ന കുറച്ച് വില്ലന്മാര്. ഈ വില്ലന്മാരെ ഭാഗ്യത്തിനാണ് നായകൻ രക്ഷപ്പെടുന്നത്. ഫസ്റ്റ് ഷോട്ടിൽ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട നായകൻ, പിന്നെ അവന്മാരെല്ലാം ഇടിച്ച് തൂറിക്കണം. അതും അയ്യോ, നമുക്ക് ആ ഒരു ബസ്സിലെ സിനിമ കാണിക്കുന്ന ആ വണ്ടി കാണുമ്പോഴേ അറിയാം നമുക്കതൊരു ഒരു സുഖമില്ലാത്ത ടെറൈൻ. ആ ടെറൈനും കൊള്ളൂല. ആക്ഷൻ സീക്വൻസ് ആണെങ്കിൽ അതിലും മോശം. ഭയങ്കര ഓവർ നാടകീയത വെച്ചിട്ടുള്ള ഒരു ആക്ഷൻ സീനായിരുന്നു സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞിട്ട് ഒരു വിത്തിൻ ഒരു 15 മിനിറ്റിനുള്ളിൽ അടുത്ത ആക്ഷൻ സീക്വൻസ്. അതിന് വേണ്ടിയിട്ടുള്ള ബിൽഡപ്പ് ആണ് അതിലും മോശം. പഴയ പടങ്ങളൊക്കെ കാണിക്കണ പോലെ കുറച്ച് ബൈക്കേഴ്സ് വന്നിട്ട് കുറെ കോപ്രായം കാണിച്ചിട്ട് പോകുന്നു. അവന്മാര് ഒരു ചായക്കടയിൽ വന്നിട്ട് ആ ചായക്കടക്കാരനെ ഭീഷണിപ്പെടുത്തുന്നു. ചായക്കടക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ എന്നിട്ടായിരുന്നു, ഇങ്ങനത്തെ പേരും മറന്നുപോയില്ല, നമ്മുടെ കോമഡിയിലുള്ള അസീസ് നെടുമങ്ങാട്. മൂപ്പരുടെ ചായക്കടയിൽ വന്നു ഇവന്മാര് കുറെ കോമാളിത്തരം കാണിക്കുന്നു. അപ്പൊ തന്നെ ജോജി വന്നിട്ട് ആ ചായക്കട മൊത്തം തല്ലി പൊളിക്കും. അത് തന്നെ നമുക്കൊരു പഴയ പടങ്ങൾ കാണിക്കുന്ന സെയിം ടോൺ തന്നെ റിപ്പീറ്റ് ചെയ്തേക്കാം. കഥ എന്ന് പറയാനായിട്ട് ഒരു സസ്പെൻസ് ഇല്ല, ഒരു തേങ്ങയില്ല. ഒരു നോർമൽ, നമുക്ക് വില്ലൻ ആരാന്നറിയാം. ഇവന്റെ അനിയനെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവന്റെ അനിയൻ എന്ത് പറ്റിയെന്നോ നമുക്കറിയാം. എല്ലാം നമുക്കറിയാം. എന്നിട്ടും നമ്മൾ ഇങ്ങനെ ഇരുന്നിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. അയ്യോ, ഇതിനകത്ത് വെറുപ്പിച്ച വേറൊരാളുണ്ടായിരുന്നു. മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാന്ന് പറയാട്ടോ. ഒരു ലോഡ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അതാണ്, ജോജു ഉണ്ട്, മുരളി ഗോപി ഉണ്ട്, സാനിയ അയ്യപ്പൻ, അർജുൻ അശോകൻ, അശ്വിൻ കുമാർ വന്നിട്ട് വെറുതെ 2 സീനിൽ വന്നിട്ട് ചത്തുകൊണ്ട്, പിന്നെ സുകന്യ. അയ്യോ, ഏറ്റവും വെറുപ്പിച്ചത് സുകന്യ. ഇവന്റെ ഈ ജോജുവിന്റെയും അർജുൻ അശോകന്റെ ചേച്ചിയായിട്ടാണ് വന്നത്, ഒരു കന്യാസ്ത്രീയായിട്ട്. എന്റെ പൊന്നോ, എന്തൊരു വെറുപ്പീരായിരുന്നു അറിയാമോ അവര് സ്ക്രീനിൽ വരുമ്പോ തന്നെ ഗംഭീര വെറുപ്പീരായിരുന്നു. അവരും പിന്നെ വിൻസിയ ലോഷ്യസും, ഇവർ രണ്ടുപേരുമാണ് കന്യാസ്ത്രീമാരായിട്ട് വരുന്നത്. ഇവര് രണ്ടുപേരും വന്നിട്ട് അയ്യോ, സുകന്യയുടെ വെറുപ്പിക്കൽ കണ്ടിട്ട് അട്ട ശോകം. അതുകൂടാതെ പിന്നെ രാധിക രാധാകൃഷ്ണൻ, കോട്ടയം രമേശ്, അഭിമന്യു. എന്റെ പൊന്നോ, സെക്കൻഡ് ഹാഫിലാണ് അഭിമന്യുവിന്റെ ഇൻട്രോഡക്ഷൻ വന്നത്. അഭിമന്യു മറ്റേ എന്താ പറയാ, ഈ ഉണ്ണി മൂന്നന്റെ ഭയങ്കര ഹിറ്റായിട്ടുള്ള പടം ഉണ്ടല്ലോ, അതിന്റെ ഒരു 144 വേർഷൻ. വെറുതെ കുറെ മറ്റേ ഡിഫൻഡറും വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് കുറെ മാസ് ഷോ കാണിച്ചിട്ട് പിന്നെ ചത്തുപോകും.
ജോജു കുന്നളയും ചെളി കൂടെ വലിച്ചുകൊണ്ടു. അയ്യോ, എന്തോ ആട്ടാർ ശോകമായിരുന്നു അറിയാമോ. രണ്ടുപേരെ കൊല്ലാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ അഭിമന്യുനെ എത്തിയേക്കുന്നത്. അതിന് കാണിക്കുന്ന ബിൽഡപ്പ്, റഷ്യന്ന് വരെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്, ഒരു ഗുണമില്ലാണ്ട്. അയ്യോ, ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ക്ലൈമാക്സ് എന്നേ പറയാൻ പറ്റാത്ത രീതിയിലാണ് ക്ലൈമാക്സ് ഫൈറ്റ് പോണത്. അയ്യോ, പിന്നെ ഉള്ളത് ബാബുരാജ് ഉണ്ട്, വാണി വിശ്വനാഥും ഉണ്ട്. ഭാര്യയും ഭർത്താവും രണ്ടുപേരും പോലീസായിട്ടാണ് വന്നത്. ബാബുരാജ് ഓൾറെഡി ശോകം. ബാബുരാജ് പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ വാണി വിശ്വനാഥ് വരുന്നത്. വാണി വിശ്വനാഥിന്റെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് പുള്ളിക്കാരി വരലും കാര്യങ്ങളൊക്കെ ഓക്കെ. വായ തുറന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ തനി ദാരുണം. വായ തുറക്കാതിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ബൈജു സന്തോഷ്. ബൈജു സന്തോഷിന്റെ വക കുറേ ചളികൾ, ചളി 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 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചളി ഇട്ടിട്ട് മൂപ്പരും ഇല്ലാണ്ടായി പോകുന്നുണ്ട്. പിന്നെ ശ്രീജിത്ത് രവി എന്തിനോ ഏതിനോ വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൊല്ലപ്പെടുന്ന ഒരു വളരെ നല്ലൊരു റോളാണ് ശ്രീജിത്ത് രവിക്കുള്ളത്. പിന്നെ ഉള്ളത് ദീപക് പരമ്പോള് പുള്ളിയുടെ അറ്റയറും സ്റ്റൈലൊക്കെ നല്ല രസമുണ്ട്, അതുണ്ട്. പക്ഷെ പുള്ളി നല്ല വെള്ളിയായിട്ടാണ് ഇതിനകത്ത്, ഒന്നിനും കൊള്ളാത്ത ഒരു ദാരുണം. പിന്നെ ഉള്ളത് ബാലാജി ശർമ്മ, പിന്നെ ചാലി പാല എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. മൂപ്പര് മറ്റേ പ്രീസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പ്രീസ്റ്റ് ഒരു തുക്കട പ്രീസ്റ്റ്. പിന്നെ ബിജു പപ്പൻ എന്ന് പറഞ്ഞിട്ട് ഈ മുരളി ഗോപിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ഒരു പുള്ളി വരുന്നുണ്ട്. മൂപ്പരും ദാരുണം. എങ്ങനെയെങ്കിലും ഇങ്ങനെ ചത്തിട്ട് പുള്ളിക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് നോക്കിയിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മുരളി ഗോപിയുടെ അറ്റയർ, അത് ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് തോന്നി. സൂപ്പർ എന്നല്ല, ഇറ്റ്സ് ഗുഡ്, അടിപൊളിയായിട്ട്. ആ ലുക്കും ആ സ്റ്റൈലിഷ് ലുക്കും എല്ലാം, പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഈ സിനിമയിൽ വരുമ്പോൾ ഈ വില്ലന്റെ ഒരു ഹെവിനെസ് നമുക്ക് തോന്നില്ല, ഒട്ടും തോന്നില്ല. ചെറിയൊരു സംഭവം, അത് യൂഷ്വൽ എല്ലാ കഥയിലുള്ള പോലെ തന്നെ സെയിം സംഭവം. മോള് പ്രേമിക്കും, അച്ഛൻ കൊല്ലും, ആ സെയിം സാധനം തന്നെയാണ് ഇതിനകത്തിട്ടേക്കണം. കഥയിൽ ഒരു പുതുമയില്ല, ഒരു തേങ്ങയില്ല. എന്റെ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഇത്രയും, അതായത് ഒരു ലോഡ് ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട് അതിനകത്ത്. ഇഷ്ടം പോലെ പേര് എന്താ പറയാ, ആക്ഷൻ ഡയറക്ടേഴ്സ് ആയിട്ട് തന്നെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അവരെ എടുത്തു പറയണം. കാരണം ജാക്കി ജോൺസൺ, കലൈ കിങ്സൺ, രാജശേഖർ മാസ്റ്റർ, ഫീനിക്സ് പ്രഭു, തപസി രാജ്, മാഫിയ ശശി, സ്റ്റണ്ട് സിൽവ, ഇവന്മാരൊക്കെ വന്നിട്ട് കുറേ സാധനങ്ങൾ, ഈ മറ്റേ റോപ്പ് കെട്ടി പറപ്പിക്കലും അതും ഇതൊക്കെ ആയിട്ട് എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ഈ കഥയെ ഇഷ്ടപ്പെടുന്നില്ല. കഥയോട് ഒരു എന്താ പറയാ, ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കിൻഡലിഡി ഒന്നും കൂടെ നമുക്കടി ഏശാനുള്ള. പിന്നെന്ന് വെച്ചാൽ ജോജു ആയതുകൊണ്ട് ജോജുവിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഗംഭീര, ഒരു മാസി ആളൊന്നും നിൽക്കുമല്ലോ. ആളുടെ ഒരു ഇടി, നല്ല കിൻഡൽ ഇടിയുടെ ആ ഒരു പ്രസൻസ് മാത്രമാണ് നമുക്ക് ഇതിനെ സിനിമയിൽ നിന്ന് കിട്ടുക. വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് എനിക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. വെറുതെ അർജുന അശോകനെ വലിച്ചഴച്ച്, പിന്നെ സാനിയ അയ്യപ്പനുണ്ട്. ഇവരൊക്കെ വളരെ എന്താ പറയാ, വളരെ അമച്വർ ആയിട്ടുള്ള ഒരു തിരക്കഥയുടെ ഭാഗമായി പോയി എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. വരവ് ഗംഭീര, എന്താ പറയാ, എക്സ്പെക്ടേഷനിൽ വന്നു. ഷാജി കൈലാസ്, AK സാജൻ കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മല മറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പടം വന്നത്. പക്ഷേ മല മറിഞ്ഞുമില്ല, മല ഒന്ന് തുരക്കാൻ പോലും പറ്റിയില്ല എന്നുള്ള അവസ്ഥയായി പോയി. സത്യം പറഞ്ഞ ഒരു ഒരു ക്ലീശേ ബോറ് സിനിമ. അതിൽ കൂടുതലൊന്നുമില്ല ഈ പടം. നമുക്കൊരു OTT വാച്ച് എന്നൊക്കെ പിന്നെയും പറയാം, കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണാനായിട്ട്. അത് രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് ഒരു എന്താ പറയാ, കുറച്ച് ഇടി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ. എന്ന് വെച്ചാൽ കഥയൊന്നും ആവശ്യമില്ല, കുറച്ച് ഇടി കണ്ടാൽ മതി, ജോജുവിന്റെ കുറച്ച് ഫൈറ്റ് സീൻസുകൾ കണ്ടാൽ മതി, അങ്ങനെയൊക്കെ ഒരാൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് നല്ലൊരു എക്സ്പീരിയൻസിനാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് ഇനിയിപ്പോൾ ജോജുവിന്റെ പരിപാടി വരാൻ പോകുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം പണി ഭീകരമായിരുന്നു ജോജുവിന്റെ വക. ഇനിയിപ്പോ പരിപാടിയാണ് പുള്ളിയുടെ അടുത്തത്, പണി 2. അതിന്റെ ഷൂട്ടിങ് ഓൺഗോയിങ് ആണെന്ന് പറയണേ. അതിന് വേണ്ടിയിട്ട്, അതിന്റെ റിലീസിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാതെ ഇതിൽ നിന്ന് ആ സംഭവം പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നോ രക്ഷ. ഷാജി കൈലാസ് വീണ്ടും ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചു, അത് വേണം പറയാനായിട്ട്. അല്ലാണ്ട് ഒന്നും തന്നെ ഇല്ല ആക്ച്വലി. ഹണ്ടിന് ശേഷം വരുന്ന പടം തോന്നണേ, അത് ഹണ്ടോ ദാരുണം.
കണ്ടതിന് ശേഷം വരുന്നത് പിന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു സ്റ്റെപ്പ് പിന്നോട്ട് എടുത്ത് വെച്ച അവസ്ഥയാണ്. അതിൽ കൂടുതലൊന്നും ഈ സിനിമ നമുക്ക് നോർമലി ഒരു തേങ്ങയില്ലാത്ത പടം. വളരെ ബോറ് വാച്ചായിരുന്നു. ആകെ 2 ഇടി കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 പഞ്ചുകൾ നല്ല രസമുണ്ട്. ബാക്കി കുറെ എണ്ണം എന്താ പറയാ ആവശ്യമില്ലാത്ത ഷോട്ടുകളായിട്ടും. പിന്നെ ക്ലൈമാക്സ് എന്ത് ദാരുണമായിരുന്നു അറിയാം. 2 സെക്കൻഡിനുള്ളിൽ വില്ലൻ തീർന്നു പോകണം. വില്ലനെ കൊല്ലണതോ അതിദാരുണം. എന്റെ പൊന്നോ, അതിനകത്തൊരു പള്ളിയിലച്ചൻ വന്നിട്ട് ഇങ്ങേരെന്തിനാ വന്നിയെന്ന് പോലും അറിഞ്ഞൂടാ. അവിടെ എന്തിനാണ് അയാളുള്ളത്? മതം മാറ്റാൻ വന്നതാണോ? എന്തിനാണ് ഇപ്പൊ മുരളി ഗോപി അങ്ങേരെ കൊല്ലണം? ഒന്നുമില്ല. ഒരു ബാക്ക് സ്റ്റോറീസ് ഒന്നുമില്ല. ഒരു ലൂസ് എൻഡിൽ കിടക്കുന്ന ഒരു തിരക്കഥയെ കൊള്ളൂല, പിന്നെ ലൂസ് എൻഡ് എന്തിനാ? അപ്പോ ഇതായിരുന്നു എൻ്റെ ഒരു വരവിന്റെ എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.